വിയറ്റ്നാമിൽ ഇന്ത്യൻ കമ്പനികൾ ഒഴുകുകയാണ്, ഇന്ത്യയിൽ അങ്ങോട്ട് പോവുകയാണ്. കാരണം ഇന്ത്യ നിന്നിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഈ റെസ്ട്രിക്ഷൻ വന്നു കഴിഞ്ഞാൽ അമേരിക്ക ഈ പഴയ രീതിയിലോട്ട് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെടുത്തുക. അതുമല്ല, ഞാൻ അറിയാൻ സാധിച്ചത് വളരെ കൃത്യമായിട്ട്, അത് കഴിഞ്ഞ് രഘുറാം രാജനാണെങ്കിലും ബ്രഹ്മചല്ലയ്യ, ഇവരൊക്കെ അറിയപ്പെടുന്ന എക്കണോമിസ്റ്റും, ബ്രഹ്മചല്യ സ്ട്രാറ്റജിക് ഒബ്സർവർ എക്കണോമിസ്റ്റൊക്കെയാണ്, കേന്ദ്ര മോദി ഗവൺമെന്റിൽ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറയുന്നുണ്ട്, ഹാർഡ് ബോൾ അമേരിക്ക പറഞ്ഞതിൻ്റെ അത് അവർ നിർത്തിയേക്കുവാണ് ഇന്ത്യ. അമേരിക്കൻ ഉദ്യോഗസ്ഥൻ വന്ന് പറഞ്ഞ് ഇന്ത്യയോട് നെഗോഷിയേറ്റ് ചെയ്യാൻ പാടാണ്, വലിയ ടഫാണ്. ഇതൊക്കെ ഒരു കവറപ്പാണ്. കാരണം അവസാനം ഇന്ത്യ മുഴുവന് സമ്മതിച്ചു കൊടുക്കുകയാണ്. പിന്നെന്തിനാ ഇതിനൊക്കെ പോയത്? ഈ ഓപ്പറേഷൻ സിന്ധുവിന്റെ ഇമ്പാക്റ്റ് ആണ് മുഴുവൻ ഉണ്ടായത്. അതായത് മോദി ട്രംപ് ബന്ധം ഒലഞ്ഞു കഴിഞ്ഞപ്പോഴുണ്ടാകുന്ന സംഭവമാണ്. അതായത് ഇന്ത്യയെ അത് പൂർണ്ണമായിട്ടും ബാധിക്കുകയാണ്. അതായത് മെക്സിക്കോ വഴിയുള്ള നമ്മുടെ റൂട്ട് അങ്ങ് അവസാനിപ്പിക്കും. എന്താണ് അമേരിക്കൻ ടാരിഫ് വന്നപ്പോൾ ഇന്ത്യൻ ട്രേഡ് മിനിസ്റ്റേഴ്സ്, ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ ഒഫീഷ്യൽസും വളരെ ഇതായിട്ട് പറഞ്ഞത് എന്താ? BJP ലീഡേഴ്സ് പറഞ്ഞത്, മറ്റുള്ള രാജ്യങ്ങളിൽ സൗത്ത് അമേരിക്ക, അതായത് മെക്സിക്കോ അതേപോലെയുള്ള രാജ്യങ്ങളിൽ നമ്മൾ അഗ്രസീവായിട്ട് പോകും. ഞാൻ അന്നും പറഞ്ഞു, ഇത് ആ മാർക്കറ്റൊക്കെ നേരത്തെ ക്യാപ്ചേർഡാണ്. ആ മാർക്കറ്റൊക്കെ ചൈനയുടെ മറ്റുള്ള രാജ്യങ്ങളിൽ ക്യാപ്ചേർഡാണ്. അവിടെ എൻറൂട്ട് ചെയ്യാൻ പറ്റും, പക്ഷെ അതിനും പരിമിതികളുണ്ട്. വേറെ നിയമം കൊണ്ടുവരും അവർ. അത് അമേരിക്കയ്ക്ക് ആ നിയമം മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അവർ മെക്സിക്കോയെ കൊണ്ടാണ് തീരുമാനം എടുപ്പിച്ചത്. കാരണം എന്താ? മെക്സിക്കൻ സ്റ്റീലിനെതിരെ അമേരിക്ക ചുമത്തിയിരിക്കുന്ന ടാരിഫ് മാറ്റാൻ വേണ്ടി മെക്സിക്കോയോട് പറഞ്ഞു, ഓക്കെ അന്ന് ഇന്ത്യയെ തള്ളിക്കളാൻ, ഈ രാജ്യങ്ങളെ തള്ളിക്കളാൻ, നിങ്ങളുടെ സ്റ്റീലിന്റെ ടാരിഫ് ഞങ്ങൾ കുറച്ച് തരാം. ഓൾറെഡി ഇന്ത്യയുടെ മേലെ സ്റ്റീലിന്റെ ടാരിഫുണ്ട്. അതായത് ഒരു കാര്യം ഞാൻ പറയാം കൃത്യമായിട്ട്, അവരൊരു വലിയ മുതലാളിയാണ്. അവിടുത്തെ ഒരു ജോലിക്കാരൻ മാത്രമാണ് അവിടെ ജോലി ചെയ്ത സാധനങ്ങളൊക്കെ വിറ്റ് ഒരു വെൻഡർ എന്നുള്ള രീതിയിൽ അവർ ചെയ്യുന്ന ഒരു ചെറിയ ആൾ. കാരണം അമേരിക്കൻ എക്കോണമി ഹ്യൂജാണ്, ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റാണത്. അവരുമായിട്ട് കളിക്കാൻ പോകാൻ പറ്റത്തില്ല. അവർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എല്ലാം തരണം ചെയ്യുന്ന രാജ്യമാണ്. ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾ അങ്ങനെയാണ്. ഇഷ്ടമുള്ളത് മേടിക്കും. ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന ഓട്ടോമൊബൈൽ സെക്ടറിനെ എഫക്റ്റ് ചെയ്യും, അതായത് സ്പെയർ പാർട്സ്. രണ്ടാമത് സെക്ടറിനെ എഫക്റ്റ് ചെയ്യും, അതായത് ഫാർമ സെക്ടറിനെ എഫക്റ്റ് ചെയ്യും. ഏറ്റവും കൂടുതൽ ഫാർമ മെക്സിക്കോയിലോട്ടും അവിടെയൊക്കെ പോയിക്കൊണ്ടിരുന്നത് ഇന്ത്യയിലാണ്. അതേപോലെ അമേരിക്കയിൽ നിന്ന് എൻറൂട്ട് ചെയ്തിരുന്നു.